കേരള ഗവൺമെൻറ് സ്ഥലം കണ്ടെത്തുകയും 500-ൽ പരം വീടുകൾ പൂർത്തിയാക്കി. ഇപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് സ്ഥലം പോലും കണ്ടെത്തിയിട്ടില്ല. അത് മുസ്ലിം ലീഗിൻ്റേതായാലും കോൺഗ്രസിൻ്റേതായാലും സ്ഥലം പോലും കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ അവർ ഓരോരോ ഒഴിവ് കഴിവുകളാണ് പറയുന്നത്. ഇപ്പോൾ ആരോ പറയുന്നത് കേട്ടു 100 വീടിൻ്റെ പണി ഉടനെ തുടങ്ങുമെന്ന് പറയുന്നത് കേട്ടു. പക്ഷേ ഈ പാവങ്ങളുടെ പേരിൽ, വയനാട്ടിലെ എല്ലാം നഷ്ടപ്പെട്ട പാവങ്ങളുടെ പേരിൽ ഇങ്ങനെ ചെയ്തത് വളരെ ക്രൂരമായിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. അവർക്ക് അങ്ങനെ ഒരു മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നല്ലോ. അതുപോലെ കേരള ഗവൺമെൻറ്റിന് കിട്ടിയ ദുരിതാശ്വാസം 700 കോടി രൂപ എന്ത് ചെയ്തു എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അത് www.cmdrf.gov.in എന്നുള്ള വെബ്സൈറ്റിൽ അടിച്ചാൽ അതിൻ്റെ എല്ലാ അക്കൗണ്ടും കിട്ടുമെന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നത്. കാരണം അവരുടെ ഫണ്ടിനെ പറ്റി ചോദിക്കാതിരിക്കുക. 87 ലക്ഷം ഉണ്ടെന്ന് പറയുന്നു, അക്കൗണ്ടിലുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ എത്രയോ DYFI ഒക്കെ ഇത് കളക്ട് ചെയ്ത് വെച്ച് നോക്കിയാൽ യൂത്ത് കോൺഗ്രസിൻ്റെ കപ്പാസിറ്റി വെച്ച് ഇത്രയൊന്നും അല്ല പിരിച്ചിട്ടുണ്ടാവുക. പക്ഷേ ആ അക്കൗണ്ടിൽ ഉണ്ടെന്ന് പറയുന്നത് പോലും ഇപ്പോൾ എത്രയാണെന്ന് പറയുമ്പോൾ പിന്നെ അത് നിങ്ങളോട് പറയണമെന്ന് ചോദിച്ചിട്ട് ഈ കൈരളി അടക്കമുള്ള ചാനലുകളോട് ചോദിച്ചിട്ട് പോകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. KC വേണുഗോപാലിനെ പോലെയുള്ള ആൾക്കാർ. എല്ലാവർക്കും ഈ അധികാരത്തിൻ്റെ ഒരു രുചി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടുപോകാൻ എല്ലാവർക്കും പ്രയാസമാണ്. അത് കോൺഗ്രസ്സിൽ അത് കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് വച്ചിട്ടാണ് അവരിപ്പോൾ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് വരും. തിരുവനന്തപുരം കോർപ്പറേഷൻ അറിയാമല്ലോ, 3-ാം സ്ഥാനത്ത് വരുമെന്ന് തോന്നിയ സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസ് BJPക്ക് വോട്ട് ചെയ്തു, 50 സീറ്റാക്കി കൊടുത്തു. അതുപോലെ BJPക്ക് ഒരു ജയിക്കില്ല എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലെല്ലാം അവർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു, അവർക്ക് 19 സീറ്റും ആക്കി കൊടുത്തു. പക്ഷേ അത് അസംബ്ലി ഇലക്ഷനിൽ അവരവരുടെ വോട്ട് പിടിക്കാൻ തീരുമാനിച്ചാൽ ഈ ഒരു സ്ട്രാറ്റജി അസംബ്ലി ഇലക്ഷനിൽ പിന്നെ പ്രായോഗികമല്ലല്ലോ. അതുകൊണ്ട് തന്നെ BJP അവരുടേതായ വോട്ടുകൾ പിടിക്കുകയും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഈ തദ്ദേശ ഇലക്ഷൻ്റെ ആ റിസൾട്ട് അവിടെ റിഫ്ലക്റ്റ് ചെയ്യില്ല. അത് വേറൊരു വോട്ടിംഗ് പാറ്റേൺ ആയിരിക്കാനാണ് സാധ്യത.